ഹലോ, കടുപ്പത്തിലൊരു കഥയിലെ ഈ സീസണിലെ അവസാനത്തെ സെഗ്മെന്റാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമാണ്. പുസ്തകങ്ങൾ പകരുന്ന വെളിച്ചം പോലെ തന്നെ പ്രയോജനകരമാണ് യാത്രകൾ നൽകുന്ന അനുഭവങ്ങളും അവ പകരുന്ന വിജ്ഞാനവും. അകം നിറയുന്ന ആഹ്ലാദവും ആവേശവും നൽകുന്ന യാത്രകൾ. പ്രിയപ്പെട്ട എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. യാത്ര ചെയ്യാത്ത ജീവിതം കെട്ടിക്കിടക്കുന്ന ജലം പോലെയാണ് എന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. യാത്രകൾ ചെറുതോ വലുതോ ആവട്ടെ, കാഴ്ചകൾക്കപ്പുറം അവ ആന്തരികമായ നവീകരണം കൂടിയാണ്. ദാർശനികമായ തലത്തിൽ പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഒരു ചെറിയ യാത്രയ്ക്ക് വന്നിരിക്കുന്ന യാത്രികരാണ് നമ്മളെല്ലാവരും. ഈ ഇടവേളയിൽ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കുന്ന തരത്തിൽ എല്ലാം ഒന്ന് കണ്ടുവരാം എന്ന ചിന്തയുള്ളവർക്ക് ഇന്ത്യയിൽ തന്നെ കണ്ടിരിക്കേണ്ട പലയിടങ്ങളുമുണ്ട്. കടൽ തീരങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, അങ്ങനെ അനന്തമാണ് കാഴ്ചയുടെ വിസ്തൃതി. കണ്ടതൊക്കെ മധുരം, കാണാത്തത് മധുരതരം എന്ന അവസ്ഥയാണ് ഒരു യാത്രികന്. ഭൂമിയിലെ അങ്ങനെയുള്ള മനോഹര സ്ഥലങ്ങളെ ഒന്ന് തൊട്ടറിഞ്ഞ് കണ്ട് വരാനായാൽ ഈ ജീവിതം അനുഭവിക്കാൻ കിട്ടിയ ആനന്ദം അറിയാനായി എന്ന് നമുക്ക് പറയാം. മുന്നിൽ മിന്നിമായുന്ന ഓരോ കാഴ്ചയിൽ നിന്നും സൗന്ദര്യത്തിന്റെ നിഴലാട്ടം മാത്രമല്ല ഒപ്പിയെടുക്കുന്നത്, നമ്മൾ അറിയാതെ തന്നെ പലതും പഠിക്കുക കൂടിയാണ് യാത്രകളിൽ നമ്മൾ ചെയ്യുന്നത്. സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്ന പഠനയാത്രകളുടെ ആത്യന്തികമായ ഉദ്ദേശവും മറ്റൊന്നല്ല. പ്രകൃതി, സംസ്കാരം, ഭക്ഷണം, ജീവിത രീതികൾ, വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. സഞ്ചാരികളുടെ പറുദീസ. ഓരോ യാത്രയും ഓരോ അനുഭവമാക്കാൻ ശരിയായ തയ്യാറെടുപ്പുകൾ കൂടിയേ തീരൂ. പലവിധ ജീവിത സാഹചര്യങ്ങളാൽ ഒരു യാത്ര പ്രായോഗികമാക്കാൻ സാധിക്കാത്തവർക്കായി തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ നമുക്ക് വാക്കുകളിലൂടെ ഒരു സ്ഥലത്തെ ഒന്ന് കണ്ടുവന്നാലോ? ക്യാമറകളുടെയും ലെൻസുകളുടെയും ഭാരമില്ലാതെ, ഷട്ടർ സ്പീഡിന്റെ, ഫോക്കസിങ്ങിന്റെ ആലോചനകൾ ഒന്നുമില്ലാതെയുള്ള ഒരു യാത്ര. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് കറങ്ങി വരാം. ഒപ്പം കൂടിക്കോളൂ. തെളിഞ്ഞ സുന്ദരമായ നീലാകാശത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം, മനോഹരമായ ഒരു ഭൂപ്രദേശം, ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയങ്കരമായ താവളം. ഇന്ത്യയിലെ സ്കോട്ട്ലൻഡ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന കൂർഗ്. മനോഹരമായ ഈ ചെറുപട്ടണം കർണാടകത്തിന്റെ പശ്ചിമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. കൂർഗിന്റെ ശരിയായ പേര് കുടക് എന്നായിരുന്നു. ബ്രിട്ടീഷുകാരാണ് അതിനെ കൂർഗ് എന്നാക്കി മാറ്റിയത്. കോഫി ഇഷ്ടപ്പെടുന്നവർ, നല്ല ആഹാരത്തെ സ്നേഹിക്കുന്നവർ, അല്പം സാഹസികതയുടെ ഊർജം സിരകളിൽ കൊണ്ടു നടക്കുന്നവർ, ഇവരൊക്കെ തീർച്ചയായും എത്തേണ്ട ഒരു സ്ഥലമാണ് ഇവിടം. ചരിത്രം കൊണ്ടും സംസ്കാരം കൊണ്ടും സമ്പന്നമായ ഈ ഇടത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. സ്വാഭാവികമായ പ്രകൃതി ഭംഗി കൂടാതെ മൊണാസ്ട്രികളും അമ്പലങ്ങളും സാംസ്കാരികമായ ആഘോഷങ്ങളും കൂർഗിനെ ശ്രദ്ധേയമാക്കുന്നു. മനോഹരമായ ഈ പട്ടണത്തിൽ നിന്നും കോഫി പ്ലാന്റേഷൻസിലേക്കും പെപ്പർ വൈൻസിലേക്കും എത്തിക്കുന്ന വഴികൾ എടുത്തു പറയേണ്ടതാണ്. ഒരു റോഡ് ട്രിപ്പിന് ആവശ്യമായ എല്ലാ വശ്യതകളോടും കൂടി കൊതിപ്പിക്കുന്ന വഴികൾ. യാത്രകളെ സ്നേഹിക്കുന്നവർക്കിടയിലെ ഈ വീക്കെൻഡ് ഗെറ്റവേയിലെ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കി വരാം. കൂർഗിൽ ഒരിക്കൽ പോയിട്ടുള്ളവർക്ക് ആ ഓർമ്മകളിലൂടെ ഒരു കയറിയിറങ്ങലും ആവാം. കൂർഗ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നതാണ് കോഫി പ്ലാന്റേഷൻസ്. സമൃദ്ധമായി വളരുന്ന തിളങ്ങുന്ന പച്ച നിറമുള്ള കാപ്പിച്ചെടികൾ ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്നു. തെളിഞ്ഞ വെള്ളമൊഴുകുന്ന ചെറിയ അരുവികളും ജലപാതങ്ങളും കാണപ്പെടുന്ന മനോഹരമായ ഭൂപ്രകൃതികളാണ് കോഫി കൗണ്ടികളുടെ പ്രത്യേകത. തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് ഈ തോട്ടങ്ങളും അവിടുത്തെ സംസ്കരണ രീതികളും. ക്രോപ്പ് ടു കപ്പ് അറിയാൻ താല്പര്യമുള്ളവർക്ക് തികച്ചും തനതായ ഒരനുഭവം. കാപ്പിക്കുരു ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നതിൽ തുടങ്ങി ഉണക്കുന്നതും വറക്കുന്നതും പൊടിക്കുന്നതും വരെയുള്ള പൂർണ്ണമായ പ്രക്രിയകൾ അതീവ കൃത്യതയോടെ സന്ദർശകർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഒരു നല്ല കപ്പ് കാപ്പിയോടെ അവസാനിപ്പിക്കുന്ന ഈ പ്ലാന്റേഷൻ വിസിറ്റ് എന്നും മനസ്സിൽ തളർത്തു നിൽക്കുന്ന ഒരനുഭവമായി മാറും. വിവിധതരം ജന്തുജാലങ്ങളാൽ സമ്പന്നമായ കൂർഗിൽ നിരവധി അപൂർവയിനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ കോഫി പ്ലാന്റേഷൻസ്. ഒരു ഓർണിത്തോളജിസ്റ്റിനും ബേർഡ് വാച്ചർക്കും കോഫി അഫക്ഷനോഡോയ്ക്കും ഈ പ്രദേശം ഒരുപോലെ പ്രിയങ്കരമാകുന്നതിൽ യാതൊരു അത്ഭുതവും തോന്നാനില്ല. കുടകിലെ ആദ്യകാല താമസക്കാരായ കോടവന്മാർ അഥവാ കുടകർ മികച്ച കർഷകരും യോദ്ധാക്കളുമായിരുന്നു.
ധൈര്യവും ഉന്മേഷവും ജന്മനാ കൈമുതലായുള്ള ഇവർ എക്കാലത്തും ഇന്ത്യൻ സൈന്യത്തിൽ ശ്രദ്ധേയമായ പദവികൾ വഹിക്കുന്നവരാണ്. ലാൻഡ് ഓഫ് ജനറൽസ് എന്ന് വിശേഷിപ്പിക്കാറുള്ള ഈ പ്രദേശത്തെയും ഫീൽഡ് മാർഷൽ കരിയപ്പയെക്കുറിച്ചുമൊക്കെ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രകൃതി ഭംഗിക്ക് ഒത്തിണങ്ങിയതുപോലെയാണ് സുന്ദരികളും ധൈര്യവതികളുമായ കുടകിലെ സ്ത്രീകൾ. തനതായ ഒരു പ്രത്യേക രീതിയിലാണ് അവർ സാരി ധരിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ നമ്മൾ ഒന്ന് നോക്കി നിന്നു പോകും. അധികം അറിയപ്പെടാത്ത സ്വാഭാവിക വെള്ളച്ചാട്ടങ്ങളും അരുവികളും കൂർഗിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ബാരപ്പോള നദിയിലെ റിവർ റാഫ്റ്റിംഗ് സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. നിങ്ങൾ അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജലത്തിലൂടെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ അഡ്രിനാലിൻ റഷ് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ്. അബി ഫോൾസ്, ഇരിപ്പ ഫോൾസ് തുടങ്ങിയവയൊക്കെ കൂർഗിനെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ രേഖപ്പെടുത്താൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ബ്രഹ്മഗിരി ജില്ലയാണ് കാവേരിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി സ്ഥിതി ചെയ്യുന്ന ഇടം. ഒരു നദിയുടെ ഉറവിടം എന്ന നിലയിലുള്ള പ്രാധാന്യത്തിന് പുറമെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് തലക്കാവേരി. വിനോദസഞ്ചാരികൾക്കായി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന പ്രശാന്തത അല്പം പോലും ചോരാതെ തലക്കാവേരിയിലും നമുക്ക് അനുഭവിക്കാനാകും. കുശാൽ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ബൈലക്കൊപ്പയിലെ ടിബറ്റൻ സെറ്റിൽമെന്റ് ആണ് ഗോൾഡൻ ടെമ്പിൾ. ലോകത്തെ ഏറ്റവും വലിയ സെറ്റിൽമെന്റിൽ ഒന്നായ ഇവിടം നമ്മളെ ആകർഷിക്കുന്ന അനവധി കൗതുകങ്ങൾ കാത്തിരിക്കുന്നു. യോധ സിനിമയിലെ അക്കോസോട്ടയും ഉണ്ണിക്കുട്ടനെയും ഓർമ്മയില്ലേ? ഉണ്ണിക്കുട്ടനെ ഓർമ്മിപ്പിക്കുന്ന അനവധി നിഷ്കളങ്ക മുഖങ്ങൾ നമുക്കിവിടെ കാണാനാവും. മൊണാസ്ട്രിയിലെ ജീവിത രീതികളും ആചാരങ്ങളും നേരിട്ട് കാണുന്നതും അറിയുന്നതും ഒക്കെ ഒരു വലിയ അനുഭവം കൂടിയാണ്. ഷോപ്പിംഗ് പ്രിയർക്കായി അന്തേവാസികൾ സ്വയം ഉണ്ടാക്കുന്ന കൗതുക വസ്തുക്കളും അവരുടെ തനതായ ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. മടിക്കേരിയിൽ സ്ഥിതി ചെയ്യുന്ന രാജാ സീറ്റ് സാംസ്കാരികമായ പ്രാമുഖ്യത്തോടൊപ്പം തന്നെ ആകർഷണീയവുമാണ്. ഗാന്ധി മണ്ഡപം എന്നറിയപ്പെടുന്ന ഉദ്യാനത്തിന്റെ മധ്യത്തിലാണ് രാജാ സീറ്റ്. ഒരു കാലത്ത് കുടകിലെ രാജവംശം അവരുടെ പ്രിയപ്പെട്ട വിനോദങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഇവിടം പ്രകൃതി ഭംഗി കൊണ്ട് ഇന്നും സഞ്ചാരികളെ കൊതിപ്പിക്കുന്നു. ഇവിടെ നിന്നും ദൃശ്യമാകുന്ന സൂര്യോദയവും താഴ്വാരങ്ങളുടെ ചാരുതയുമൊക്കെ ഒരിക്കൽ കണ്ടാൽ ക്യാൻവാസിൽ എന്ന പോലെ നമ്മുടെ മനസ്സിൽ പതിയുന്നു. മടിക്കേരിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ മർക്കാറ ഫോർട്ട് ടിപ്പു സുൽത്താൻ പുനർനിർമ്മിച്ചതാണ് എന്ന് ചരിത്രം പറയുന്നു. ഈ കോട്ടയോട് അനുബന്ധിച്ചുള്ള പള്ളി ഗോത്തിക് വാസ്തുവിദ്യയുടെ ഭംഗി എടുത്തു കാണിക്കുന്നതാണ്. വന്യജീവികളെ അവരുടെ തനതായ ഇടങ്ങളിൽ കാണാനും ആസ്വദിക്കാനും താല്പര്യമുള്ളവർക്കായി കൂർഗ് കരുതി വച്ചിരിക്കുന്ന ആകർഷണങ്ങൾ പലതാണ്. നഗർഹോള, ബ്രഹ്മഗിരി, നിസർഗധാമ, വിരാജ് പെട്ട് തുടങ്ങിയവ അതിൽ എടുത്തു പറയേണ്ടവയാണ്. വാട്ടർ റാഫ്റ്റിംഗ്, ട്രക്കിംഗ് ഇതൊക്കെയുമായി കൂർഗ് അഡ്വഞ്ചർ ക്ലബും വളരെ സജീവമാണ്. ഇങ്ങനെ തന്നെ തേടിയെത്തുന്ന സഞ്ചാരികൾക്കായി എന്തെങ്കിലുമൊക്കെ തന്നെ കരുതി വെച്ചുകൊണ്ട് ശാന്തവും സുഖകരവുമായ ഒരു അവധിക്കാലം ആഗ്രഹിക്കുന്നവരെ കൂർഗ് സദാ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. റോഡ്, റെയിൽ, വിമാനം വെൽ കണക്റ്റഡ് ആയ കൂർഗ് എക്കാലത്തും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. യാത്രകളെ സുന്ദരമാക്കുന്ന നിരവധി ഘടകങ്ങൾ ഒത്തിണങ്ങി വരുമ്പോഴാണ് യാത്രകൾ അവിസ്മരണീയങ്ങളായി തീരുന്നത്. മനോഹരമായ ഏത് യാത്രയുടെയും ഒടുവിൽ നമ്മൾ പുറപ്പെട്ടിടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ആ തിരിച്ചെത്തലുകളിൽ പോയി വന്ന വഴികൾ, അവിടെ കണ്ട കാഴ്ചകൾ, ഉണ്ടായ അനുഭവങ്ങൾ, അറിഞ്ഞ രുചികൾ ഒക്കെ മിഴിവുള്ള ചിത്രങ്ങളായി ഓർമ്മകളിൽ നിറയണം. കാണുന്ന ഓരോ കാഴ്ചയിലേക്കും ക്യാമറ കണ്ണുകൾ തുറക്കാതെ മനസ്സിൽ പതിപ്പിച്ച് ഓരോ ഫ്രെയിമും സൂക്ഷിക്കുന്ന ഒരു അത്ഭുത വിദ്യയുണ്ട്. അതൊരു സൂത്രമാണ്, ഒരു തികഞ്ഞ സഞ്ചാരിക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു മന്ത്രവിദ്യ. ആ തലത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്രകൾക്ക് സ്വാതന്ത്ര്യവും ഹരവും കൂടുകയാണ് ചെയ്യുന്നത്. കാഴ്ചകൾ കണ്ട് ഓരോ നാടിനെയും അറിഞ്ഞുള്ള യാത്രകൾ ബാക്ക് പാക്കേഴ്സ് സഞ്ചാരികൾ ആസ്വദിക്കുന്ന ഒന്ന്, യാത്രകളുടെ മറ്റൊരു ഫ്ലേവർ എന്നും പറയാം. കൂർഗിലേക്കുള്ള ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ജീവിതത്തിന്റെ പുതുമ നിലനിർത്താൻ, കാണാത്ത ലോകങ്ങൾ ദൃശ്യമാക്കാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം. കാഴ്ചയുടെ വിസ്മയ ഭൂമികൾ പലതും ഇനിയും കാത്തിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു സ്ഥല വിവരണവുമായി പിന്നീടൊരിക്കൽ അടുത്ത വെർച്വൽ യാത്ര നമുക്ക് പോകാം. ഈ സീസൺ ഇന്ന് ഇവിടെ കഴിയുന്നു. ആദ്യമായി ചാനലിൽ എത്തുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു. ഇനി കേൾവിയുടെ മറ്റൊരു സീസൺ നമുക്ക് തുടങ്ങാം ഉടനെ തന്നെ. വീണ്ടും കാണും വരെ, കേൾക്കും വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഹാപ്പി.